life's been better since you're in it. So it gives me when you don't feel enough. Your heart's the purest I've ever seen. So it gives me when your days are rough. Cause to me, darkness disappear. Every day in the now I'll fight while I can't. You'll find me by your side. I'll try to make you smile. Life's been better since you're in it. So it kills me when you don't feel enough. Your heart's the purest I've ever seen. So it kills me when your days are rough. Life's been better since you're in it. So it kills me when you don't feel enough. Your heart's the purest I've ever seen. So it kills me when your days are rough. ഒരു പാത്രം എടുത്തു കൊടുത്തേ. ഇത് എന്റെ ഫ്രണ്ട്സ് വന്നത്. ഛർദിക്കാൻ പോവാണോ ചിന്തിയായിരുന്നു. എനിക്ക് തോന്നി ആ UK പോണ സമയത്ത് എന്താ അഭിന വന്നോ ഞാനിങ്ങനെ അലോൺസ ഹായ് പറയൂ. ദേവു റെഡിയാവും. സോ ഗായ്സ്, ഇന്ന് 6th December ആണ്. ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ബ്രേക്കിന് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് തണുത്തിട്ട് വയ്യ. അബിക്ക് കുറച്ച് എന്തെങ്കിലും കാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പം അവനില്ലാണ്ട് ഞാൻ അതുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഗൈസ്, ഞാൻ എന്തൊക്കെയോ മേടിച്ചിട്ട് ഓടുവാണെങ്കിൽ സമയമൊന്നുമില്ല. ഞാൻ ലാസ്റ്റ് മിനിറ്റിലൊരു ഓട്ടം ഉണ്ടല്ലോ. ഡ്രസ്സ് എടുക്കാൻ എനിക്ക് പ്ലാനില്ലായിരുന്നു. പക്ഷെ ഞാനൊരു ഡ്രസ്സ് എടുത്തു. നോക്കട്ടെ, ഞങ്ങളിപ്പം എവിടെ നമ്മൾ വന്നിട്ടുള്ള MNS വന്നിരിക്കുകയാണ്. ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ എടുത്ത ഡ്രസ്സ് കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ വേണമെന്ന് തോന്നി ഇറങ്ങിയിരിക്കും. അത്രയും നേരം എന്നോട് മുണ്ടും ചെമ്പറും അവൻ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ ട്രയൽ കണ്ടപ്പോഴത്തേക്കും ഇതാ ഇവിടെ MNS വന്നിരിക്കുക ഡ്രസ്സ് നോക്കാനായിട്ട്. എന്തുവാ എനിക്കറിയാം എന്തുവാണെന്ന്. എന്നെ നീ റിഗ്രറ്റ് അടുപ്പിക്കുമോ? ഞാനൊന്നും വാങ്ങിയില്ലെന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നിരുന്നു. ആ സാധനമല്ലേ? വേറെന്തൊക്കെയോ കൂടെ ഓർഡർ ചെയ്ത്. ഇത് സീനാണല്ലോ. നമ്മള് അവന് ഷർട്ടൊന്നും വേണ്ട, ബനിയൻ വേണ്ട. നോക്കുമ്പോൾ എല്ലാം ഉള്ള പോലത്തെ കളറുകൾ. അപ്പം ഞങ്ങൾ ജീൻസ് നോക്കാനായിട്ട് റിവർ ഐലൻഡിലേക്ക് വന്നിരിക്കുകയാണ്.
അടുത്ത സൈസ് എടുക്കാമോ? അബിക്ക് ഇത് ഭയങ്കര റെയറാണ്. പോയി ഷോപ്പൊക്കെ ചെയ്ത് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കര കൺഫ്യൂസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവന് ഒരുപാട് ടൈം ഇങ്ങനെ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് സ്പെൻഡ് ചെയ്യാനും താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ്. പക്ഷെ കക്ഷി എൻ്റെ കൂടെ ഇങ്ങനെ എന്താ പറയുക, താല്പര്യമില്ലെങ്കിലും എൻ്റെ കൂടെ ഒക്കെ വന്ന് നിൽക്കാം. അതുകൊണ്ട് ഞാനും അവനെ പോസ്റ്റാക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ എന്താ എടുക്കാൻ പോയെന്ന് വെച്ചാൽ അതെടുത്തിട്ട് വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ട്രയലൊക്കെ നോക്കുവാണ്. ആദ്യത്തെ ട്രയലിൽ തന്നെ സെറ്റായി, നമ്മൾ ഫിക്സ് ചെയ്ത ആ ഡ്രസ്സ്. ഞാൻ പിന്നെ ഇതാ വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുക. ഇതാണ് ഡ്രസ്സ് ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റ്, ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ്. നമ്മളിവിടെ ഷർട്ട് നോക്കാൻ വന്നേ, പക്ഷെ പാൻറ് ഫിക്സ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം. ഇത്രയും നാളും ആദ്യമായിട്ടാണ് ഒരു തുണി എനിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി അത് പച്ച കളർ. സത്യം പറഞ്ഞേ, എത്ര ഞാൻ എടുക്കുമ്പോഴെല്ലാം നിനക്കും എടുക്കാറില്ലടാ. ഐ മീൻ ഞാൻ ഒത്തിരി വട്ടം എടുത്തു തന്നിട്ടില്ലേ നിനക്ക്? ഇവളെനിക്ക് നാട്ടിൽ വെച്ചിട്ട് എടുത്തു തന്നേക്കുന്ന ഡ്രസ്സുകൾക്ക് മാത്രം എനിക്ക് ലൈഫിൽ കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളൂ. എന്റെ കുഞ്ഞിന് സെലക്ഷൻ ഒന്നും ഇല്ല, സത്യം. പക്ഷെ അത് സാരില്ല, ഞാൻ ഉണ്ടല്ലോ. എന്നിട്ട് തിരിച്ചവിടെ വെച്ചാ കേട്ടാ. ഇതെടുക്ക, ഇത് നമ്മള് 2 ബ്രിട്ടീഷ് സമയം ഇപ്പൊ 12 മണി ആയിട്ടുണ്ട്. ഒഫീഷ്യലി 1 വർഷമായടാ വലിയ ഉറുമ്പ്. ആക്ച്വലി എനിക്ക് ദേവുവിനെ പറ്റി മെൻഷൻ ചെയ്യാതെ ഇനി വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദേവു എന്ന് പറയുന്നത് അബീൻ്റെ ഫ്രണ്ടായിരുന്നു ആൻഡ് അവൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ നമുക്കിവിടെ വരുമ്പോൾ ഇനീഷ്യലി ഉള്ള ഫ്രണ്ട്. ആൻഡ് ഇവള് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈ ഒരു പരിപാടിക്ക് ഇത്രയും അടിപൊളിയാക്കിയതിന് വലിയൊരു പാർട്ട് ഇവളാണ് വഹിച്ചത്. കാരണം ആ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഓണർഷിപ്പ് എടുത്ത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഫുൾ ഡേ നമ്മുടെ കൂടെ തലേന്ന് ഫുൾ ഡേ ഉണ്ടായിരുന്നു. ആൻഡ് പരിപാടിക്ക് തൊട്ട്
തൊട്ട് മുമ്പ് വരെ നമുക്ക് കുക്കിംഗ് ഉണ്ടായത്. അതിൻ്റെ അതെല്ലാം തീർത്തിട്ടാണ് പാവം ഏറ്റവും ലാസ്റ്റ് പോയി റെഡി ആയതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയതിൽ. നമ്മൾ വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് Still of the night, I think of you. My heart beats with every thought of you. You're the one I can't let go. In your arms I find my home. Love, sweet love, it's you I'm dreaming of. Every moment with you feels like a gift from above. Forever and always, you're the one I adore. In your love I find my forevermore. Find my forevermore, the more. Through every storm, you're my guiding light. In your eyes I see the stars align. With you I'm whole, with you I'm complete. In your love my heart finds its beat. Love, sweet love, it's you I'm dreaming of. Every moment with you feels like a gift from above. Forever and always, you're the one I adore. In your love I find my forevermore. Thank you guys. In your arms I feel alive. With you I soar and thrive. A love story written in the skies. In your love my spirit flies. Love, sweet love, it's you I'm dreaming of. Every moment with you feels like a gift from above. Forever and always, you're the one I adore. In your love a love story in many story. Questions ആണ്. First question. Where did the official proposal take place? What is the time? രണ്ടുപേരും ഇരിക്കും. What time and official proposal എവിടെ വെച്ചിട്ട്? Time എഴുതണം. Okay, second question. What is the best travel memory or which place is it? രണ്ടുപേർക്കും കോമൺ ആയിട്ട്. അയ്യോ, ഇത് കഴിഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു മെമ്മറി. കഴിഞ്ഞതിൽ ഏതെങ്കിലും ഒരു മെമ്മറിയോ? ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി. രണ്ടുപേരും ഒന്നിച്ച് ചെയ്ത ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി. ഇവന് വേണ്ടി ചെയ്ത ഒരു ആക്ടിവിറ്റിയാ. പക്ഷെ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ്. എന്റെ ഏറ്റവും വലിയൊരു ഫിയർ ആയിരുന്നു. പക്ഷെ സ്കൂബ ഡൈവിങ് ക്രാബിയോ ചെയ്തു. നിങ്ങൾ ഹോട്ട് സീറ്റിൽ നിന്ന് മാറിയിട്ട് ദേവോലി അഡ്വഞ്ചർ പറഞ്ഞില്ലായിരുന്നു. ഞാൻ വേറെ എന്തെങ്കിലും എഴുതുന്നുള്ളൂ. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ പ്രശ്നമാണ്. One thing Akhila has done for Abhijit and Abhijit has done for Akhila, which you feel is above and beyond in the relationship. Like ഒരു വൺ സാധനമാണ്. ലൈക്ക് ഞാൻ ഇവന് വേണ്ടി ചെയ്ത ഒരു കാര്യമാണിത്. ഇല്ലെങ്കിൽ ഞാൻ ഇത് അതൊരു ആക്ടിവിറ്റി അല്ല. രണ്ട് ആൻസർ ഉണ്ട്. അല്ലെങ്കിൽ മോർ ലൈക്ക് എനിക്ക് വേണ്ടി ഇവൻ എന്താ ചെയ്തത്. Can be anything. I don't want to use the word sacrifice. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ആവാം. കല്യാണം കഴിച്ചു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വെച്ചാൽ ഇപ്പൊ എന്റെ കുറച്ച് എഴുതണോ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് സന്തോഷം. ഞാനിത് ചിന്തിച്ചു പോലില്ല. എന്തെങ്കിലും ഗെയിം ഒക്കെ ഭയങ്കര രസം.
ഞാൻ പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഭയങ്കര പൊട്ട ഫേസിലായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫേസിൽ ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ ചിന്തിക്കാൻ വയ്യ, ഓവർ തിങ്കിങ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെ എൻഗേജ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ചിങ്ങനെ മറ്റേ ബ്ലോഗിങ് അല്ലെ വീഡിയോ എഡിറ്റിംഗ്, അപ്പൊ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബിസി ആക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയതാ. പക്ഷെ എനിക്കറിയാം ഇവൻ എന്നെ ഒരുപാട് എന്താ പറയാ, ഇവൻ ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഇവൻ ആ ഒരു ടൈപ്പ് അല്ല, ഇവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നു അങ്ങനത്തെ ടൈപ്പ് അല്ല. ആൻഡ് ഇവൻ ഒരു പിയർ ഗ്രൂപ്പിൽ നിൽക്കുമ്പോ ഉറപ്പായിട്ടും എനിക്കറിയാം ഇവൻ ഞാൻ കാരണം ഇവൻ നാണം കിടന്നുണ്ടോ അങ്ങനത്തെ എനിക്ക് ഫീൽ അടിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ അവൻ അതൊന്നും കയറുന്നില്ല. അവൻ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവനെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ട് അതിനുള്ള എല്ലാ സാഹചര്യം, ഇപ്പൊ എനിക്ക് മറ്റേ റോഡിന്റെ മൈക്ക് ഞാനൊന്നും ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവൻ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചു തരുന്നുണ്ട്. ഇല്ലോ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയയില് നമ്മളേക്ക് നമ്മള് മറ്റുള്ളവരുടെ മുന്നിൽ വേണമെങ്കിൽ കളിയാക്കപ്പെടാം എന്നാ പോലും എന്റെ കൂടെ അത് നിൽക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര അത് ഇവൻ ബിയോണ്ട് എനിക്ക് ചെയ്ത ഒരു സംഭവമായിട്ട്. ഞാൻ എന്ത് കുന്തം പറയാല്ലേ. അപ്പൊ അത് അവളുടെ വലിയ മനസ്സ് തന്നെ. ഭയങ്കര ഇറിറ്റേഷൻ വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഈ എടുത്ത സാധനങ്ങളല്ല ഇങ്ങനെ ഭയങ്കര എനിക്കിപ്പോ ഇതിനൊക്കെ സോസ് ഒക്കെ ഇവിടെ ഇരിക്കണം അങ്ങനെയൊക്കെ. ഇവൻ അത് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് നിരത്തി എല്ലാം വെച്ച് അതെല്ലാം ഇങ്ങനെ എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്ന കൂടത്ത് തന്നെ ഇതെല്ലാം ഒക്കെ ഒതുക്കിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോകണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവൻ ഭയങ്കര ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. ആയിട്ട് ഞാനത് എടുക്കത്തില്ല. ഞാൻ ഇവനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവനെ തന്നെ എടുപ്പിച്ചിരിക്കും. അങ്ങനെ കുറച്ചോട്ടം ചെയ്യുമ്പോ അവൻ പിന്നെ അടുത്തോട്ട് ഓർക്കും. പക്ഷെ പിന്നെ ഞാൻ പിന്നെ അതിന്റെ പുറകെ നടക്കണം. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇപ്പൊ ഇവൻ ഇത്രയും വൃത്തി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇവന് വൃത്തിയുണ്ട് അങ്ങനെയല്ല. നീ പറഞ്ഞ ഒരു വലിയ നല്ലൊരു ചേഞ്ച് അല്ലേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, വിച്ച് ഈസ് റിയലി ഗുഡ്. കാരണം എനിക്ക് ഞാൻ എവിടെ ആയിരുന്നു നിന്ന് അതിനെക്കാളും ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അത് ഭയങ്കര എന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. അപ്പൊ അത് നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ചിലപ്പം ഒരു ദിവസമൊക്കെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഇവനെ അറിയോ ഒരു മാസത്തേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയതാണ്. അതൊരു സത്യമായി അങ്ങനെ കെട്ടിയത് ഇവന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാലോ കൂടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വെച്ച് കഴിഞ്ഞാല് ഇവള് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് ആയ സമയത്ത് നമുക്ക് ഫോൺ ത്രൂ ഉള്ള ഇതല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരുമിച്ച് നിന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവള് പല കാര്യങ്ങൾ മനസ്സിലാക്കുമായിരിക്കുമോ അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനല്ലോ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ ചില കാര്യങ്ങളൊക്കെ ഇവള് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ വൃത്തിയുടെ കാര്യമാണെങ്കിലും ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഓവർ ആയിരിക്കും, അതെനിക്കും അറിയാം. പക്ഷെ അതും ഓക്കെ അവനത് ഇഷ്ടമാണ്, വെറുതെ അത് അലമ്പാക്കണം എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് കാരണം ഭയങ്കര സ്മൂത്താ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ഭയങ്കര സ്മൂത്താ. ഞാനത് നിങ്ങളോട് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരാൾ ഇങ്ങനെ തുള്ളിച്ചാടുന്ന ഇവനോട് ഞാൻ എങ്ങനെ പറയും. ആ കടയെ വെച്ച് ഞാനിങ്ങനെ എന്തിനാ പോയത് അവിടെ. ആദ്യം ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്നതിന്റെ ആൻസർ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരു പേപ്പർ എഴുതണം. ആ സമയത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കൈ വെക്കാനുള്ള ടൈമാണ്. അതായത് ആരാണോ ആദ്യം കൈ വെക്കുന്നത് ആ ടീമിന് ആദ്യം ആൻസർ ആണ്. നിങ്ങളുടെ ആൻസർ എന്താ? നിങ്ങളുടെ ആൻസർ പുള്ളി എഴുതുവോ? തെറ്റല്ലേ?
12 മാസം 14 ദിവസം. ഓ ആണോ? അയ്യോ വൈകിട്ട് അടിപൊളി ദിവസമായിരുന്നു. പൂർണിമയുടെ വക ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. താങ്ക് യു. ഇതാരാ നോക്കിയാ ഞങ്ങളെ വിഷ് ചെയ്യുന്നത്? എനിക്കൊരു ഹാപ്പി ആനിവേഴ്സറി. ടോബി ഇങ്ങോട്ട് നോക്കലാ. അയ്യോ പോളി നൈസ്. പൊന്നി എടാ പൊന്നി ഇടാ എന്തുവാടാ? ലവി എസ്തബേൽ. അങ്ങനെ ഞങ്ങള് പെർഫ്യൂം ഇങ്ങനെ കുറെ നോക്കി. എനിക്ക് മറ്റേ ഗുഡ് ഗേളിന്റെ പെർഫ്യൂമും ലാസ്റ്റ് ഇതും പിന്നെ നമ്മള് വേറെ അതായിരുന്നു ചെറി ബ്ലോസം അല്ല അതല്ല ഞാൻ പറയുന്നത്. ഗൂച്ചിയുടെ ഒരു ചെറി ബ്ലോസം ആൻഡ് ഇത് ആൻഡ് ഗുഡ് ഗേളും ആയിരുന്നു എൻ്റെ ഫൈനൽ ചോയ്സസ്. അതിന്ന് നമ്മളെടുത്തത് ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേറ്റിന് ആനിവേഴ്സറി ആയിക്കൊണ്ട് ഇതിടാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിതാ വൈകുന്നേരം എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പോയി. അതിനുശേഷം ഞങ്ങളിതാ ഒരു ഡേറ്റ് നൈറ്റൊക്കെ പോകാൻ പോവാണ്. ഡേറ്റ് നൈറ്റ് അല്ല, ഞങ്ങൾ വെളിയിൽ പോയി ഡിന്നർ കഴിക്കാൻ പോവാണ്. എന്ത് അഭിയത്രാജീവ് ഷൂ കെട്ടണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേറ്റ്? നൈസ്. അപ്പം കട അല്ല ഇത് അടയ്ക്കോ? അപ്പം എന്നാൽ ഞാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കാം ഗൈസ്. ഇവിടെ ഒടുക്കത്തെ സ്റ്റോമാണ്. എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അയ്യോ, ഞങ്ങളങ്ങനെ യാക്കി എത്തി. ഞാൻ നൈസായിട്ട് ഗിഫ്റ്റ് ഒരു കാർഡ് ഞാൻ എഴുതി ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 3-4 മാസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷേ 1 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കറിയില്ല ടൈം എന്ത് പെട്ടെന്നാണ് പോകുന്നതെന്ന്. ആൻഡ് എനിക്കിപ്പോൾ അബീനെ അറിയാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് 6.5 വർഷമായി. എനിക്ക് എല്ലാം ഇന്നലെ പോലെ തോന്നുക. ഞാനവന് സർപ്രൈസായിട്ട് എൻ്റെ ഹാൻഡ് റിട്ടേൺ കുറച്ച് വേർഡ്സൊക്കെ എഴുതി ഒരു കാർഡൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു ടു ലെറ്റ് ഹിം നോ ദാറ്റ് ഹൗ മച്ച് ഹി മെൻ ടു മീ. നമ്മളത് ആ ഒരു ഡിന്നറിന് വന്നിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഒപ്പരി അടുത്തെടുക്കാറ്. അപ്പം എന്ത് കഴിക്കണമെന്ന് എനിക്കൊരു ജാപ്പനീസ് ക്രേവിങ്, നൂഡിൽസൊക്കെ കഴിക്കാം. അപ്പം ഞങ്ങൾ യാക്കി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് തന്നെയാണ്. ഇവിടുത്തെ എസ്തെറ്റിക്സും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ആൻഡ് ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ഇതോടുകൂടി സമാപ്തിയാവുകയാണ്. അപ്പോൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ആൻഡ് ബിഫോർ എൻഡിങ് എനിക്കെന്താ പറയുക, എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു keep this to my husband. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവൻ്റെ ഈ സർപ്രൈസ് ആക്കാൻ വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്നതാണ്. ആൻഡ് ഐ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഹിം. താങ്ക് യു സോ മച്ച്. അത് ഞെട്ടിപ്പോയി കേട്ടോ. ഇത് എൻ്റെ താഴെ വീണ തണുപ്പത്ത് കാറ്റടിച്ചപ്പോൾ. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നടന്നത് ഇതിനെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമായിട്ടാണ്. നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടപ്പോൾ ഞാൻ പൂർണ്ണിമയ്ക്ക് ഇങ്ങനെ മെസ്സേജ് കാണിച്ചിട്ട് ഞാൻ അകത്ത് വരുന്ന ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കവർ ആക്ച്വലി ഇതിൻ്റെ അല്ല. To tell you how much you mean to me. അതിനാണ് ഇങ്ങനെ ഒരു ദിവസം. To celebrate us, to celebrate our love and to celebrate you. അത് നമുക്ക് ഇങ്ങനെ ആഗ്രഹമുള്ള ഇങ്ങനെ ഒരു പ്രൈവറ്റ് ടൈമും കൂടെ വേണം. ഫ്രണ്ട്സുമായിട്ടും വേണം, ഫാമിലി ആയിട്ടും വേണം. അപ്പോൾ ഹിയർ വി ആർ. എഴുതി തള്ളി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതൊന്നും തള്ളലല്ല, ഇതെല്ലാം എൻ്റെ മനസ്സാണ്. നിന്നെ ഭയങ്കര സന്തോഷിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം ഗൈസ്. ഞാൻ വേറെ സർപ്രൈസ് കൊടുത്തായിരുന്നു. ആൻഡ് ഇത് നീ ഒട്ടും പ്രതീക്ഷയില്ലല്ലോ. ആക്ച്വലി യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ. അത് എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. യു ലുക്ക് ഹോട്ട്. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവാണ് ഗൈസ്. ആൻഡ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും സുന്ദരൻ ഇവൻ തന്നെയാണ്. അതിപ്പം
അല്ലേ? അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. മറ്റേ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അത് അങ്ങനല്ല ഞാൻ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ എൻ്റെ ഭർത്താവാണ്. ആൻഡ് ഐ ലവ് യു സോ മച്ച്. റിയലി ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ് ടു ഹാവ് യു. പിന്നെ എനിക്കെന്തോ ഭയങ്കര സന്തോഷമുണ്ട്. വി ഡിഡ് ഇറ്റ് 1 year ആയി ആൻഡ് മൈൽസ് ടു ഗോ. ഞാൻ വീഡിയോ എല്ലാം സ്റ്റോപ്പ് ചെയ്യാം. എനിക്കിനി ഇവിടെ നമുക്ക് സെർവ് ചെയ്യാൻ വന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുക, വിച്ച് പെർഫ്യൂം ക്യാൻ ഐ ആസ്ക് യു, വിച്ച് പെർഫ്യൂം യു ബോട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷേ ഐ ആം റിയലി ഹാപ്പി. ഇപ്പം തന്നെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ തൊട്ട് താഴത്തെ ഫ്ലാറ്റിൽ കപ്പിൾസിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഇന്നായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി അവരെ വിഷൊക്കെ ചെയ്ത് അവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെമ്മറബിൾ ഡേ ആണ്. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കി. അതിന് ഏറ്റവും ഫ്രണ്ട്സ് തന്നെയാണ് കാരണം. എല്ലാവരും കൂടെ വന്നിട്ട് നമ്മൾ ഈ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഇത്രയും പേരൊക്കെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലും. സ്ട്രെസ് ലെവൽ എത്രയാണ്? ആൽവിന്റെ സ്ട്രെസ് ലെവൽ എത്രയാണ്? ഓക്കെ, അഭിജിത്ത് രാജ് അശ്വിന്റെ മുഖത്തേക്ക് നോക്കൂ. ഹായ് ഗൈസ്, അപ്പോ അടിപൊളി ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു. കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ പൂർണിമ പ്ലാൻ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് താങ്ക് യു ഓൾ എല്ലാവരും വന്നതിന് ഉണ്ടതിന്. അപ്പൊ താങ്ക് യു ഗൈസ്. കുറെ പേരെല്ലാം ഡിസ്പേഴ്സ് ആയിപ്പോ. ഇവിടെ വരാതിരുന്ന ആന്റണീനെയും ശ്വേതനെയും ഞങ്ങൾ ഒരു നിമിഷം ഒരു സെക്കൻഡ് ആന്റണിക്കും ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ഫൈനലി ഡേ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഗൈസ്.